സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴും പകർച്ചപ്പനികളും ജലജന്യ രോഗങ്ങളും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. വൈറൽ പനികളുടെ വകഭേദം തിരിച്ചറിയാൻ പോലും ആരോഗ്യവകുപ്പിന് കഴിയാത്തതും ഗുരുതര വീഴ്ചയെന്നാണ് ഉയരുന്ന ആരോപണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. സുരക്ഷിതമായ ആശുപത്രിയും സുരക്ഷിതമായ പരിസരവും എന്ന ആശയത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ മാസങ്ങളായി പ്രതിരോധ നടപടികൾ ആരംഭിച്ചെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. എന്നാൽ പകർച്ചപ്പനികളിലും ജലജന്യ രോഗങ്ങളും ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. വൈറൽ പനി, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളിൽ ഇപ്പോഴും കുറവില്ല. വൈറൽ പനികളുടെ വകഭേദം തിരിച്ചറിയാൻ പോലും ആരോഗ്യവകുപ്പിനാകുന്നില്ല. മാത്രമല്ല മരണനിരക്കിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെതിരെ വ്യാപക വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാറില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എന്നാൽ രോഗം സ്ഥിരീകരിക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങൾ റിപ്പോർട്ടിൽ കാണിക്കാറില്ല. സംസ്ഥാനത്ത് പ്രതിദിനം 10,000-ത്തിലധികം പേർ പനിക്ക് ചികിത്സ തേടുന്നതെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ സ്വകാര്യ ആശുപത്രികളുടെ വിവരം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരത്തിൽ കണക്കുകളിൽ കൃത്രിമം കാട്ടി രോഗികളുടെ എണ്ണം ആരോഗ്യവകുപ്പ് കുറച്ചു കാട്ടുന്നു എന്ന വിമർശനവും നിലനിൽക്കുന്നു. ജനം, തിരുവനന്തപുരം.